ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു പ്രതികളുടെ ഭാഗത്ത്. പ്രതികളുടെ ഈ ആവശ്യത്തെ ഷുഹൈബിന്റെ പിതാവ് എതിർത്തിരിക്കുന്നു. കേസിലെ സാക്ഷി വിസ്താരം ചോദ്യം ചെയ്തുള്ള ഹർജിക്കൊപ്പം ഇതും പരിഗണിക്കണം എന്ന ആവശ്യമാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ട് ഹർജികളും ഒരുമിച്ച് പരിഗണിക്കണമോ എന്നതിൽ തീരുമാനമെടുക്കുക ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. വിചാരണ നടപടിക്കുള്ള സ്റ്റേ ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു എന്ന വിവരം കൂടി ഷുഹൈബ് വധക്കേസിലെ വിചാരണയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വിചാരണ കോടതി മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രതികളുടെ ഭാഗത്ത് പ്രതികളുടെ ഈ ആവശ്യത്തെ ഷുഹൈബിന്റെ പിതാവ് എതിർത്തിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉണ്ട് വിഷ്ണു സുരേഷ്. വിഷ്ണു, എന്താണ് ഈ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്നൊരാവശ്യം വരാൻ കാരണം? പിതാവ് ഈ വിഷയത്തെ എതിർത്തിട്ടുണ്ട്. രണ്ട് ഹർജികളും ഒരുമിച്ച് പരിഗണിക്കണം എന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിന്റേതാണല്ലോ തീരുമാനം ഉണ്ടാവുക. എന്താണ് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ? ഈ ഷുഹൈബ് വധക്കേസിലെ 1, 2, 3 പ്രതികൾ, അതായത് ആകാശ് തില്ലങ്കേരി അടക്കമുള്ള 3 പ്രതികളാണ് വിചാരണ കോടതി മാറ്റണം, അവിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, തങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യം അവർ സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അത് തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച കോടതി ഈ ഹർജി പരിഗണനക്കെടുക്കുകയും വിചാരണ കോടതിയുടെ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നാണ് ആ ഹർജി പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പ്രതികളുടെ ഹർജിയെ എതിർത്ത് ഷുഹൈബിന്റെ പിതാവ് രംഗത്തെത്തിയത്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ കൂടി കക്ഷി ചേർത്ത് വിശദമായി വാദം കേൾക്കാനുള്ള നടപടിയിലേക്ക് കോടതി പോകും. പക്ഷെ അതിൽ തീരുമാനമെടുക്കുക 2 ഹർജികളുണ്ട്. ഒന്ന് സാക്ഷി വിസ്താരവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹർജി ഹൈക്കോടതിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഹർജിയും വന്നിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് കേൾക്കണം എന്നുള്ളതാണ് നിലവിൽ വന്നിട്ടുള്ള. അതിൽ തീരുമാനമെടുക്കുക ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചായിരിക്കും. അതുവരെ ഈ സ്റ്റേ, അതായത് തലശ്ശേരി കോടതിയിലെ വിചാരണ നടപടിക്കുള്ള സ്റ്റേ ഇപ്പോൾ തുടരും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഷുഹൈബ് വധക്കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം, ഒരു ആവശ്യം എന്നത് ഈ കാര്യത്തിൽ വിചാരണ കോടതി മാറ്റണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏകപക്ഷീയമായാണ് ഇപ്പോൾ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിൽ നീതി ലഭ്യമാകണമെങ്കിൽ വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യമാണ് വെച്ചിരിക്കുന്നത്. ഇതിനെ ഷുഹൈബിന്റെ പിതാവ് എതിർത്തിട്ടുണ്ട്. 2 ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.